സോ ഈ ഒരു ഇൻടേക്കിലാണ് ഞാനിപ്പോൾ പോകുന്നത്. സെപ്റ്റംബർ ഇൻടേക്കിലാണ് പോകുന്നത് ഓസ്ട്രേലിയക്ക്. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരാനായിട്ട് സ്മിത മാം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഓസ്ട്രേലിയയുടെ ഒരു കേസ് പറഞ്ഞു തരുന്നതും. അപ്പോൾ തീർച്ചയായും എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിൽ എനിക്ക് പരിചയമുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ സ്പാൻ ഇൻ്റർനാഷണൽ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ 1.5 വർഷം മുന്നെയാണ് സ്പാനിൽ വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഇവിടേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്ത് ഹസ്നയായിട്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ജർമ്മനിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവഴി ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു 2 തവണ എനിക്ക് ഓഫർ ലെറ്റർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു സ്പാനിൽ നിന്ന് തന്നെ. പക്ഷേ അന്നൊന്നും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഓസ്ട്രേലിയയുടെ ഒരു കേസ് പറഞ്ഞു തരുന്നതും. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരാനായിട്ട് സ്മിത മാം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം റിനി വരുന്നതും റിനിയാണ് പിന്നെ ഓസ്ട്രേലിയയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതും അതിൻ്റെ അസിസ്റ്റൻസ് എല്ലാം ചെയ്തു തരുന്നത് റിനി തന്നെയായിരുന്നു. തീർച്ചയായും എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിൽ എനിക്ക് പരിചയമുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ സ്പാൻ ഇൻ്റർനാഷണൽ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഇൻടേക്കിലാണ് ഞാനിപ്പോൾ പോകുന്നത്. സെപ്റ്റംബർ ഇൻടേക്കിലാണ് പോകുന്നത് ഓസ്ട്രേലിയക്ക്. സോ എനിക്ക് എല്ലാ അസിസ്റ്റൻസും ചെയ്ത് തന്നതിന് സ്പാനിനോടും അതുപോലെ തന്നെ സ്മിത മാമിനോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്.